ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഈസി ആയിട്ട് ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: കിഴങ്ങ് നല്ലോണം വേവിച്ചെടുത്തത്, ഒരു സവാള കൊത്തി അരിഞ്ഞത്, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് ബ്രെഡ് ക്രംസ്. നമുക്ക് ആദ്യമേ ഈ ഉള്ളിയും തക്കാളി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. കട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കൊത്തി അരിഞ്ഞ സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് ഇളക്കാം. ഇതൊന്ന് വഴന്ന് വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവേ. അര സ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചേക്കുന്ന ഈ കിഴങ്ങിലേക്ക് നമുക്ക് ഈ ഇപ്പോൾ വഴറ്റിയ മസാലകൾ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള അടപ്പില്ലേ, ഒരു അടപ്പ് എടുത്തിട്ട് ഇതിനകത്ത് വെച്ച് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കലക്കി വെച്ചേക്കുന്ന മൈദയും വെള്ളവും കൂടെ കലക്കി വെച്ചേക്കുന്നതാണ് ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ.